നമസ്കാരം. നമ്മളോടൊപ്പം ഇന്ന് CPI സംസ്ഥാന സെക്രട്ടറി സഖാവ് കാനം രാജേന്ദ്രൻ. നമസ്കാരം. കേരളം, ഇന്ത്യ തന്നെയും തെരഞ്ഞെടുപ്പ് ചൂടിലാണ്. താങ്കൾ തെരഞ്ഞെടുപ്പ് തിരക്കിലാണ്. വടക്ക് നടന്ന LDF ജാഥ നയിച്ചു. പല മണ്ഡലം കൺവെൻഷനിലും പങ്കെടുത്തു കഴിഞ്ഞു. എങ്ങനെയുണ്ട് കേരളത്തിലെ അന്തരീക്ഷം? കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിൽ ബഹുദൂരം മുന്നിലാണ്. സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതും സീറ്റ് വിഭജന ചർച്ചകൾക്കും എല്ലാം മറ്റേത് മുന്നണിയേക്കാളും മുന്നിലാണ്. 1 മണിക്കൂർ കൊണ്ടാണ് 8-ാം തീയതി സീറ്റ് വിഭജനം പൂർത്തിയാക്കി. 9-ാം തീയതി 20 സ്ഥാനാർത്ഥികളെ അനൗൺസ് ചെയ്തു. 10-ാം തീയതി മുതൽ തിരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ തുടങ്ങി. തിരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളിൽ മറ്റേത് മുന്നണിയേക്കാളും വർദ്ധിച്ച ആത്മവിശ്വാസത്തോടുകൂടി LDF ആണ് മുന്നിൽ. ഇതിനു മുമ്പുള്ള ഘട്ടത്തിൽ, അതായത് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിന്, പ്രഖ്യാപിക്കുന്നതിന്, മണ്ഡലം കൺവെൻഷനുകളൊക്കെ തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു ഘട്ടത്തിൽ കേരളത്തിൽ ചില സർവേകൾ നടന്നു. ആ സർവേകളിൽ ഭൂരിഭാഗവും LDFിൻ്റെ പരാജയമാണ് പ്രവചിച്ചത്. UDFന് ഒരു വൻ വിജയവും പ്രവചിച്ചു. ഒറ്റപ്പെട്ട ചില സർവേകൾ, ഇപ്പം ഞങ്ങൾ കൊടുത്തതടക്കം LDFന് ഒരു നേട്ടം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എങ്കിലും ഭൂരിഭാഗം സർവേകളും പരാജയം പ്രവചിച്ചു. അത് നമ്മളൊരു ഗൗരവമായിട്ട് ആ വിഷയത്തെ കാണുന്നില്ല. കാരണം കഴിഞ്ഞ 2016 അസംബ്ലി തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഉമ്മൻചാണ്ടിക്ക് തുടർ ഭരണം പ്രഖ്യാപിച്ച സർവേകളാണ് കേരളത്തിൽ നടന്നത്. 2011 തിരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിക്ക് 100 സീറ്റ് എന്ന പ്രവചനമാണ് ഇവിടെ നടന്നത്. ഇത് രണ്ടും യാഥാർത്ഥ്യമായില്ല. ഇപ്പോൾ 8-10 മണ്ഡലങ്ങളിലെ 2000-3000 സാമ്പിളുകൾ വെച്ചിട്ട് ഒരു അസസ്മെൻ്റ് നടത്തി. അതാണ് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് എന്ന് നമുക്ക് പറയാൻ സാധ്യമില്ല. എങ്കിലും LDFന് പ്രതികൂലമായി ഫലം പ്രഖ്യാപിച്ച ഈ സർവേകൾ കണ്ടെത്തിയ ഘടകങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് ശബരിമല പ്രശ്നമാണ്. ശബരിമല പ്രശ്നം BJPക്ക് ഗുണം ചെയ്യും എന്ന മട്ടിലുള്ളൊരു വായന അവർ നടത്തിയിട്ടുണ്ട്. പ്രതികരിക്കുന്നുണ്ട് അതിനോട്? ശബരിമല അങ്ങനെ അവർക്ക് ഗുണം ചെയ്യാൻ പോകുന്നില്ല. BJP 2014 തിരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ 2016 അസംബ്ലി തിരഞ്ഞെടുപ്പിലൊക്കെ BJPക്ക് ഉണ്ടായിരുന്ന വോട്ട് ഷെയർ കേരളത്തിൽ ചുരുങ്ങുകയാണ് ചെയ്യാൻ പോകുന്നത്. കാരണം ഈ 5 വർഷക്കാലമായിട്ട് ഈ സർക്കാരിനെ കുറിച്ച് ഒരു വിഭാഗം ജനങ്ങൾക്കും സന്തോഷമില്ല. അപ്പോൾ BJPക്കാരാകട്ടെ, BMSകാരാകട്ടെ, അവർക്ക് പോലും സന്തോഷമില്ല. പിന്നെ എവിടെ നിന്നാണ് ഈ വോട്ട് വർദ്ധിക്കുന്നത്? അതുകൊണ്ട് BJP ഈ തിരഞ്ഞെടുപ്പിൽ അവർക്ക് കഴിഞ്ഞ തിരഞ്ഞെടുപ്പോടുകൂടി BDJS വന്നതോടുകൂടി അവരുടെ വോട്ട് ഷെയർ 15% ഒക്കെ ആയിട്ട് അവർ ചില സ്ഥലങ്ങളിൽ വന്നു. അതിൽ കുറയുള്ളൂ ഈ പ്രാവശ്യം. BJPക്ക് ഇത്തവണ വോട്ട് കുറയും. വോട്ട് അവർ കുറയുമെന്നാണ് നിഗമനം. അത് വ്യക്തമായ ഒരു പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതിനുള്ള ഒരു അടിസ്ഥാനം ജനങ്ങൾ എന്തിനു വേണ്ടിയാണ് BJPക്ക് വോട്ട് ചെയ്യുന്നത്? ഇപ്പം തെരഞ്ഞെടുപ്പ് പ്രചരണം മതത്തിൻ്റെയും ജാതിയുടെയും അടിസ്ഥാനത്തിലാകാൻ പാടില്ല എന്ന് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞ സാഹചര്യത്തിൽ BJPയുടെ ക്യാമ്പയിൻ എന്തിനെ ആശ്രയിച്ചിരിക്കും എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. അത് തന്നെയായിരുന്നു എനിക്ക് അടുത്തതായിട്ട് ചോദിക്കാനുണ്ടായിരുന്ന ചോദ്യം. സംസ്ഥാന ഇലക്ടറൽ ഓഫീസർ പത്രസമ്മേളനം നടത്തുമ്പോൾ ഒരു ചോദ്യം ഉയർന്നു വന്നു ശബരിമലയെ സംബന്ധിച്ച്. അദ്ദേഹം അതിനൊരു ഉത്തരവും പറഞ്ഞു. ശബരിമലയെ മതചേരിതിരിവ് ഉണ്ടാക്കുന്ന തരത്തിൽ, മതവികാരം ഉയർത്തുന്ന തരത്തിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതോടുകൂടി നമ്മുടെ സംസ്ഥാന രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത വിധം അദ്ദേഹം ആക്രമിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ യോഗത്തിൽ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് അടക്കം അപമര്യാദയായിട്ട് പെരുമാറി എന്നത് അടക്കമുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. എന്ത് പറയുന്നു ഈ ജനാധിപത്യത്തിൽ? ശരിയായ കാര്യമില്ല. ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞത് നിഷ്പക്ഷവും നീതിപൂർവവും തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ഒരു ഏജൻസിയാണ്. അതൊരു സ്വതന്ത്ര ബോഡിയാണ്. ഇപ്പോൾ അവരുടെ ധാരണ ഈ കേരളത്തിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണത്തിലായിരിക്കും എന്ന് വിചാരിച്ചാണ്. അല്ല, അവർ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ്റെ നിർദ്ദേശങ്ങളനുസരിച്ചാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല, ശബരിമല പ്രശ്നത്തിൽ ഇങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ലെങ്കിൽ ഇലക്ടറൽ ഓഫീസർ ഒരു നിലപാടെടുത്തപ്പോൾ അതിനെ എതിർത്തുകൊണ്ട് മുന്നോട്ട് വന്നു എന്ന് മാത്രമല്ല, സംഘപരിവാറിൻ്റെ ചില ഘടകങ്ങൾ, അവർക്ക് പല ഘടകങ്ങളുണ്ടല്ലോ, ചില ഘടകങ്ങൾ ശബരിമല അയ്യപ്പൻ്റെ ചിത്രം തന്നെ അച്ചടിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് വന്നിരിക്കുന്നു. അത് ചോദ്യം ചെയ്യപ്പെട്ട സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഈ പ്രവണതയെക്കുറിച്ച് എന്ത് പറയുന്നു? ഈ തെരഞ്ഞെടുപ്പ് ധാരാളം തെരഞ്ഞെടുപ്പ്
കേസുകൾക്ക് വഴിതെളിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും എന്നാണ് ഞാൻ മുൻകൂട്ടി കാണുന്നത്. കാരണം ഇതൊക്കെ എങ്ങനെ നിയമപരമായി തടയാൻ ശ്രമിച്ചാലും അവരുടെ ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് അവരതൊക്കെ മറികടക്കാൻ ശ്രമിക്കും. ശബരിമല വിഷയത്തിൽ അവിടെ യുവതികളെ പ്രവേശിക്കണോ എന്ന വിഷയത്തിൽ ഒറ്റയ്ക്ക് ആദ്യം മുതലേ നിലപാടെടുത്ത ഒരു പ്രസ്ഥാനമാണ് NSS. ഒരുപക്ഷെ BJP പോലും അല്ലെങ്കിൽ RSS പോലും അങ്ങനെ ഒരു നിലപാടെടുത്ത് ആ ഘട്ടത്തിൽ രംഗത്ത് വന്നില്ല. അവരുടെ നേതാക്കളൊക്കെ തിരിച്ചു പറഞ്ഞൊരു ഘട്ടമുണ്ടായിരുന്നു. അപ്പോൾ പോലും NSS യുവതികളെ പ്രവേശിപ്പിക്കരുത് എന്ന് പറഞ്ഞു. കോടതിയിൽ ആ വാദം ഉന്നയിച്ചു. അന്തിമമായ ആ വിധി വരുന്നതുവരെ ആ നിലപാടെടുത്ത് അതിൻ്റെ കൂടെ നിന്നു. NSS അതിൽ ഒരു തീവ്ര വികാരത്തിലാണ്. ആ വികാരത്തിനനുസരിച്ചൊരു നിലപാട് അവർ എടുത്തു വെച്ചിട്ടുണ്ട്. NSSന്റെ ആ നിലപാട് LDFനെ ബാധിക്കുമോ? NSS പരസ്യമായി LDFനെ പിന്തുണച്ച ഒരു കാലവും ഉണ്ടായിട്ടില്ല. എല്ലാ കാലത്തും അവർ സമദൂരം എന്ന് പറഞ്ഞ് ഇതിൽ നകന്നു നിൽക്കാനാണ് അവർ ശ്രമിച്ചിട്ടുള്ളത്. NSSലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുണ്ട്. CPM ഉണ്ട്, CPI ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, BJP ഉണ്ട്. അവരവരുടെ രാഷ്ട്രീയ നിലപാടുകൾ അവരുടെ രാഷ്ട്രീയ ധാരണയുടെ അടിസ്ഥാനത്തിൽ വോട്ടായി മാറ്റുന്നു. ഇപ്പം ഞങ്ങളൊക്കെ തിരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ ധാരാളം NSSൻ്റെ പ്രവർത്തകരും സുഹൃത്തുക്കളും നമുക്കൊക്കെ വോട്ട് ചെയ്തിട്ടുണ്ട്. അതൊരു LDFനെ രാഷ്ട്രീയമായി പിന്തുണച്ചതാണ് എന്ന് നമുക്ക് കാണാൻ കഴിയില്ല. അത് വ്യക്തിപരമായ ബന്ധങ്ങളും അതുപോലെ തന്നെ ആ സൗഹൃദങ്ങളും ഒക്കെ ചിലപ്പോൾ അതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടാകും. NSS അത്തരത്തിൽ നിലപാടെടുത്താലും NSS വിശ്വാസികളിൽ നിന്ന്, അവരുടെ അണികളിൽ നിന്ന്, അനുഭാവികളിൽ നിന്ന് അങ്ങനെയൊക്കെ ഒരു സമീപനമാണോ പ്രതീക്ഷിക്കുന്നത്? ഒരു കാര്യം, ഈ ശബരിമലയിലെ സ്ത്രീ പ്രവേശം മാത്രമല്ലല്ലോ 5 വർഷക്കാലമായിട്ട് ഈ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ഉള്ളത്. ഒരു വിഷയത്തിൽ ഒരു നിലപാടെടുത്തുന്നിരിക്കാം. പക്ഷേ ഈ വില കൂടിയതിനെ സംബന്ധിച്ച് എന്താ പറയുന്നത്? അതുപോലെ നിരവധി ജീവിത പ്രശ്നങ്ങളിൽ, കൃഷിക്കാരുടെ പ്രശ്നത്തിൽ, തൊഴിലാളികളുടെ പ്രശ്നത്തിൽ ഒരു വിശ്വാസിയാകുന്നതോടൊപ്പം തന്നെ അവൻ കൃഷിക്കാരനാണ്, അവൻ തൊഴിലാളിയാണ്, ഇതെല്ലാമാണ്. ആ മേഖലയിൽ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഈ നരേന്ദ്രമോദിയുടെ സർക്കാർ ചെയ്തതാണെങ്കിൽ അതിനെതിരായി പ്രതികരിക്കണം എന്നവർക്ക് തോന്നിക്കൂടെ? അപ്പോൾ ഇതിൽ മാത്രമാണ് എല്ലാം തീരുമാനിക്കുന്നത് എന്ന ഈ സർവേകളുടെ നിഗമനവും ശരിയല്ല എന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ സംസാരിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള മണിക്കൂറുകളിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ സംഭവ വികാസം, കോൺഗ്രസിന്റെ മുൻ ദേശീയ വക്താവ് ടോം വടക്കൻ പാർട്ടി മാറി BJP ചേർന്നു. അത് പരസ്യമായിട്ടൊരു വാർത്താ സമ്മേളനത്തിൽ നാടകീയമായിട്ട് രാഹുൽ ഗാന്ധി കേരളത്തിൽ സന്ദർശനം നടത്തുന്ന ദിവസം നാടകീയമായിട്ട് പ്രഖ്യാപിച്ചു. എന്താ പ്രതികരണം? കേരളത്തിൽ നിന്ന് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്ന് ഉദിച്ചുയർന്ന ഒരു താരമൊന്നുമല്ല ടോം വടക്കൻ. അദ്ദേഹം ഡൽഹിയിൽ പോയി അതുവഴി ഇങ്ങനെ AICCയുടെ വക്താവായിട്ട് വന്നതാണ്. പാർട്ടിക്ക് താഴെ തട്ടിലൊരു അടിത്തറയില്ല, ഉപരിതലത്തിൽ ഉണ്ടായിരുന്നു. അത് അദ്ദേഹം ഇപ്പോൾ പല കോൺഗ്രസ്സുകാരും മുൻ മുഖ്യമന്ത്രിമാരും മുൻ മന്ത്രിമാരും ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ വഴി. കാരണം BJPയും കോൺഗ്രസും തമ്മിലുള്ള അതിർത്തി രേഖ ലോലമായിക്കൊണ്ടിരിക്കുക. ആർക്ക് വേണമെങ്കിലും എപ്പോഴും അങ്ങോട്ടും പോവാം. ആ പരുവത്തിൽ ആ ഒരു ഘട്ടത്തിൽ ടോം വടക്കൻ ഒരു നിലപാട് സ്വീകരിച്ചു. അതിൽ അദ്ദേഹം പ്രതീക്ഷയോടുകൂടി ചെയ്തതായിരിക്കാം. താങ്കളിപ്പോൾ പറഞ്ഞ പോലെ മോഹഭംഗം കൊണ്ടോ മോഹം കൊണ്ടോ ഒക്കെ വ്യക്തികൾ ചിലപ്പോൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മാറാറുണ്ട്. പക്ഷെ ഒരു ജനാധിപത്യ പാർട്ടിയിൽ നിന്ന് മറ്റൊരു ജനാധിപത്യ പാർട്ടിയിലേക്ക്, ഒരു സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ നിന്ന് സോഷ്യലിസ്റ്റ് ആശയങ്ങളുള്ള മറ്റൊരു പാർട്ടിയിലേക്ക്, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് അതിൻ്റെ തന്നെ വേറെ ഏതെങ്കിലും തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കുന്ന മറ്റൊരു പാർട്ടിയിലേക്കോ ഒക്കെ ആളുകൾ മാറുന്നതിനെ നമുക്ക് സ്വാഭാവികം, രാഷ്ട്രീയമായി സ്വാഭാവികം എന്ന തരത്തിൽ വായിക്കാം. ഇതാവട്ടെ ഒരു ഇന്ത്യൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ അമ്മസ്ഥാനത്തുള്ള ഒരു പാർട്ടിയിൽ നിന്ന് ഒരു മതാധിഷ്ഠിത പാർട്ടിയിലേക്ക് ഒരു നേതാവ് മാറിയിരിക്കുന്നു. അത് തന്നെ ഒരു ദേശീയ നേതാവ്. എവിടെയാണ് പഴവ് പറ്റി? ടോം വടക്കന്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹത്തിനോട് ഏതോ ഒരു മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞത് ആണ് അതിനകത്ത് ശ്രദ്ധേയമായിട്ടുള്ളത്. ഐഡിയോളജിക്കലായിട്ടാണ് ഞാൻ ഈ തീരുമാനം എടുത്തിട്ടുള്ളത്. അങ്ങനെ എങ്ങനെയാണ് അവർക്ക് എടുക്കാൻ പറ്റുക? ഒരു മതനിരപേക്ഷ പാർട്ടിക്ക് എങ്ങനെ ഒരു മതാധിപത്യത്തിൻ്റെ പാർട്ടിയിലേക്ക് പോകാൻ പറ്റും? അപ്പോൾ ഈ കോൺഗ്രസിനുള്ളിൽ തന്നെ ഇങ്ങനെ ഒരു ചിന്ത വളർന്നു വരുന്നു എന്നാണ് അത് കാണിക്കുന്നത്. അതുകൊണ്ടാണല്ലോ AICC ജനറൽ സെക്രട്ടറി ഞങ്ങൾ അധികാരത്തിൽ വന്നാലേ രാമക്ഷേത്രം നിർമ്മിക്കൂ എന്ന് പരസ്യമായ പ്രസ്താവന പുറപ്പെടുവിക്കാൻ കാരണം. അപ്പോൾ കോൺഗ്രസ് പതിയെ പതിയെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ BJPയുടെ അതേ ഗുണം ഞങ്ങൾ കൂടി കിട്ടണം എന്ന ഒരു ചിന്തയോടുകൂടി പ്രവർത്തിക്കുന്നു എന്ന് വേണം കരുതാൻ.
അതിനുദാഹരണം മധ്യപ്രദേശിലെ ഇപ്പം ജയിച്ച തെരഞ്ഞെടുപ്പിലെ അവരുടെ പ്രകടന പത്രിക. ഈ ഗോരക്ഷക്കിനെ കുറിച്ചും അവർ ചെയ്യുന്ന നടപടികളെക്കുറിച്ചും നമ്മൾ വിമർശിച്ചുകൊണ്ടിരിക്കുമ്പോൾ പഞ്ചായത്ത് തോറും ഗോശാലകൾ ഉണ്ടാക്കുമെന്നും അവരുടെ സൗകര്യമൊക്കെ നോക്കുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഭൂരിപക്ഷ വോട്ടിനെ ലക്ഷ്യമാക്കി ഒരു കോൺഗ്രസ് പതിയെ പതിയെ മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്കിതിൽ നിന്ന് കാണാൻ കഴിയുന്നത്. ടോം വടക്കനും ഒപ്പം തന്നെ ചില BJP വൃത്തങ്ങളും നൽകുന്ന സൂചന ടോം വടക്കന്റെ മാറ്റത്തിൽ ഇത് അവസാനിക്കുന്നില്ല. കേരളത്തിൽ ഇനിയും കോൺഗ്രസിൽ നിന്ന് ഇതുപോലെ BJPയിലേക്ക് ആളുകൾ എത്താനുണ്ട് എന്ന് അവർ സൂചിപ്പിക്കുന്നു. എന്തു പറയുന്നു? അത് സ്വാഭാവികമാണ്. കാരണം കോൺഗ്രസ് ഇതുവരെ എടുത്തു വന്നിരുന്ന നിലപാടിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് വിശ്വാസത്തിൻ്റെ പേരിൽ അവരൊരു നിലപാടെടുത്തത്. ഒരു മതനിരപേക്ഷ ഗവൺമെൻറ്റിന് ചെയ്യാൻ കഴിയുന്ന കാര്യം സുപ്രീം കോടതി വിധി നടപ്പിലാക്കുക എന്നുള്ളതാണ്. അതിന് പിന്തുണ നൽകുന്നതിന് പകരം ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ്, നിങ്ങൾ കൊടിയെടുക്കാതെ സമരം ചെയ്തു എന്ന് പറഞ്ഞ ഒരു KPCC നേതൃത്വമുള്ളപ്പോൾ പലരും കൊടി ഇവിടെ വെച്ചിട്ട് പോയി, പിന്നെ തിരിച്ചെടുക്കാൻ അവർ വന്നിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത്? വടക്കോട്ട അയക്കേണ്ടത് വടക്കന്മാരെയാണോ എന്നൊരു ചോദ്യം ഉയരുന്നില്ലേ ശരിക്ക്? കർശനമായിട്ടും ഇങ്ങനെ ഉള്ള ഒരു നിലപാട് കേരളത്തിലെ മതനിരപേക്ഷ ശക്തികൾ വളരെ ഗൗരവത്തോടു കൂടി കാണണം. കാരണം ഇവർ നാളെ ജയിച്ചു പോയാലും ടോം വടക്കന്മാരാകാൻ പാടില്ലേ എന്ന ചോദ്യത്തിന് നമ്മൾ ഉത്തരം കാണേണ്ടിയിരിക്കുന്നു. ഏറ്റവും അവസാനം ഉണ്ടായിരിക്കുന്ന ഒരു സംഭവവികാസം, കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് നേതാക്കളും SDPI നേതാക്കളും കൂടി ഒരു രഹസ്യമായൊരു കൂടിക്കാഴ്ച നടത്തി. അതിൻ്റെ ദൃശ്യങ്ങൾ മാധ്യമങ്ങൾ ഞങ്ങളടക്കം ഇപ്പോൾ പുറത്തു വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സംഭവത്തോട് എങ്ങനെ പ്രതികരിക്കുന്നു? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ കാര്യത്തിൽ നേരത്തെ തന്നെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതായത് ഹിന്ദു വർഗീയതയെ ചെറുക്കാൻ ന്യൂനപക്ഷം വർഗീയമായി സംഘടിക്കലല്ല ശരി എന്ന നിലപാടാണ് CPIയും CPMും എല്ലാം എടുത്തിട്ടുള്ളത്. അതും മതനിരപേക്ഷ ശക്തികളെ ശക്തിപ്പെടുത്തുക വഴി മാത്രമേ ഈ ഹിന്ദു വർഗീയതയെ നമുക്ക് ചെറുക്കാൻ കഴിയുള്ളൂ. എന്നാൽ മുസ്ലിം ലീഗിൻ്റെ ആ ചെറുത്തുനിൽപ്പ് പോരാ എന്നതിൻ്റെ പേരിലാണ് വിവിധ മുസ്ലിം തീവ്രവാദ സംഘടനകൾ ഇടക്കാലത്ത് വന്നത്. അത് 92 ശേഷമാണ്, ബാബറി മസ്ജിദ് തകർച്ചയ്ക്ക് ശേഷമാണ് ഈ ഒരു ട്രെൻഡ് ഇന്ത്യയിലുണ്ടായത്. അത് തീവ്രവാദത്തിൻ്റെ അതിര് കിടക്കുന്ന ഘട്ടത്തിലേക്ക് പോയി. പക്ഷേ അവരുമായിട്ട് യാതൊരു കോംപ്രമൈസും ഇല്ല, ഞങ്ങൾ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിൽക്കും എന്ന് പറഞ്ഞ ലീഗ് കർട്ടന് പിന്നിൽ അവരുമായിട്ട് സൗഹൃദം പങ്കുവച്ചിരുന്നു എന്ന് നിരവധി സന്ദർഭങ്ങളിൽ നമുക്കറിയാം. കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ യാദൃശ്ചികമല്ല ഇവരാരും അവിടെ മത്സരിക്കാതിരുന്നത് എന്നിപ്പോൾ മനസ്സിലായല്ലോ, യാദൃശ്ചികമല്ല ആ സംഭവം. അപ്പോൾ ഇത്തരം ചില ബന്ധങ്ങൾ മുസ്ലിം മതന്യൂനപക്ഷങ്ങളുടെ വോട്ട് സമാഹരിക്കാൻ വേണ്ടി മതനിരപേക്ഷത പുറത്തു പറയുകയും പിന്നിൽ ഈ പ്രവർത്തനം നടത്തുകയും ചെയ്തുകൊണ്ടിരുന്ന ജനാധിപത്യ പാർട്ടികളുടെ മുഖം ഇപ്പോൾ അത് എക്സ്പോസ് ചെയ്യപ്പെടുകയാണ് ഇതുകൊണ്ട് ചെയ്യുന്നത്. SDPIയുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പ്രഖ്യാപിക്കേണ്ട ഒരു ഘട്ടം ലീഗിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ട്? നിശ്ചയമായിട്ടും അത്തരമൊരു നിലപാട് അവർ പരസ്യമായിട്ട് സ്വീകരിക്കേണ്ടതാണ്. കാരണം മതനിരപേക്ഷമായ ഒരു നിലപാട് ഞങ്ങൾ സ്വീകരിക്കുന്നു എന്ന് ഈ കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെങ്കിൽ അത് നിശ്ചയമായിട്ടും അത് വേണം. ഇപ്പോൾ ഉദാഹരണം, രാമജന്മഭൂമി ക്ഷേത്രം ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പണിയൂ എന്ന് AICC ജനറൽ സെക്രട്ടറി പ്രസ്താവിച്ചപ്പോൾ ഞാനന്ന് മലപ്പുറത്തുണ്ട്. ഞാൻ 2 യോഗങ്ങൾ ചോദിച്ചു, കുഞ്ഞാലിക്കുട്ടി, എൻ്റെ സുഹൃത്ത് കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ പ്രതികരണം എന്താ? ഒരക്ഷരം അദ്ദേഹം വേണ്ടിയിട്ടില്ല. കാരണം ഭൂരിപക്ഷ ഹിന്ദു വോട്ട് നേടാൻ കോൺഗ്രസ് ഒരു നിലപാടെടുക്കുന്നു, ന്യൂനപക്ഷ മുസ്ലിം വോട്ട് നേടാൻ മുസ്ലിം ലീഗ് വേറൊരു നിലപാടെടുക്കുന്നു. ഇത് രണ്ടും ഈ ലക്ഷ്യം വെച്ച് മാത്രമുള്ളതാണ്. യഥാർത്ഥത്തിൽ ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. യഥാർത്ഥത്തിൽ മതേതരത്വം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നമ്മൾ സ്വീകരിക്കുന്നത് പോലെ ഓപ്പണായിട്ടുള്ള ഒരു നിലപാടല്ല. കോൺഗ്രസിനും ഈ ഘട്ടത്തിൽ ഒരു ബാധ്യതയില്ലേ? കോൺഗ്രസ് നയിക്കുന്ന ഒരു ചേരിയിൽ നിന്ന് ഒരു രാഷ്ട്രീയ കക്ഷി ഇങ്ങനെ പെരുമാറിയിരിക്കുന്നു. അത് നേരത്തെ അവർക്ക് അറിയുമോ ഇല്ലയോ, അത് രഹസ്യമായിട്ട് ഉണ്ടായിരുന്നോ എന്നതല്ല, പരസ്യമായിട്ട് തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നു. കോൺഗ്രസിന് ഒരു രാഷ്ട്രീയ ബാധ്യതയില്ലേ? ഒരു വ്യക്തത കൊടുക്കാൻ വേണ്ടി, മതേതരത്വത്തിന് വേണ്ടി ഒരു നിലപാടെടുക്കാനുള്ള ബാധ്യത ഈ ഘട്ടത്തിലില്ല? ഈ ശബരിമല സംഭവത്തിന് ശേഷം കോൺഗ്രസിന് അതൊക്കെ ചോദ്യം ചെയ്യാനുള്ള ശക്തി ഇല്ലാതായിക്കൊണ്ടിരിക്കുക. കോൺഗ്രസിൽ നിന്ന് ആളുകൾ മറുഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ടോം വടക്കൻ
അവസാനത്തെ ആളൊന്നും ആകാൻ സാധ്യതയില്ല. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇനിയും ടോം വടക്കന്മാർ ധാരാളം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ വളരെ വ്യത്യസ്തമായൊരു നിലപാട് കോൺഗ്രസിൻ്റെ പരമ്പരാഗത നിലപാടുകളിൽ നിന്ന് മാറി അവരെടുക്കുമ്പോൾ അതെല്ലാം താൽക്കാലികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കോൺഗ്രസിന് ഇപ്പോൾ ലീഗിനെ എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റുന്നു? അങ്ങനൊരു പ്രശ്നം കൂടെ ഇതിനകത്തുണ്ട്. ഇപ്പോൾ ഈ രാഷ്ട്രീയമായ ഒരു സമരം നടക്കുമ്പോൾ, തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇരു മുന്നണികളുടെയും നില മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് മാറിയിട്ടുണ്ട്. LDFിലേക്ക് ചില രാഷ്ട്രീയ കക്ഷികൾ, വീരേന്ദ്രകുമാറിനെ പോലുള്ള ചിലർ കൂടുതലായി വന്നിട്ടുണ്ട്. വ്യക്തികളായി CK ജാനുവിനെ പോലുള്ള ആളുകൾ അടുത്തു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ UDF അപ്പുറത്ത് നിൽക്കുന്നു. എന്താണ് രാഷ്ട്രീയമായ ബലാബലം കേരളത്തിലെ? LDF കൂടുതൽ കക്ഷികളോടുകൂടി അതിൻ്റെ അടിത്തറ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരുന്ന പല കക്ഷികളും മുന്നണിയുടെ ഭാഗമാകാൻ തീരുമാനിച്ചു. അതുപോലെ തന്നെ ഇപ്പോഴും പുതിയ ധാരാളം കക്ഷികളും വ്യക്തികളും ഇടതുപക്ഷ ജനാധിപത്യത്തിനോട് ഒപ്പം സഹകരിക്കാൻ തയ്യാറായി മുന്നോട്ട് വരുന്നുണ്ട്. അതിനേക്കാൾ കൂടുതൽ ജനങ്ങളുടെ ജീവിതാനുഭവങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു. ഈ സർക്കാരിൻ്റെ 1000 ദിവസങ്ങൾ ജനങ്ങളോട് നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കിയതിൻ്റെ കാര്യം അതെല്ലാം ഞങ്ങൾക്കിപ്പോൾ ജനങ്ങളുടെ മുന്നിൽ തുറന്നു പറയാൻ കഴിയും. അതുകൊണ്ട് LDF മുന്നണി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ മെച്ചപ്പെട്ട ഒരു നിലയിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. 2004-നേക്കാൾ മെച്ചപ്പെട്ട ഒരു ഫലം ഈ തെരഞ്ഞെടുപ്പിൽ LDF പ്രതീക്ഷിക്കുന്നുണ്ട്. ദേശീയമായ തെരഞ്ഞെടുപ്പിൽ എന്ത് നടക്കും എന്നാണ് താങ്കൾ CPIയുടെ ഒരു സമുന്നത നേതാവ് എന്ന നിലയ്ക്ക് മനസ്സിലാക്കുന്നത്? നമ്മളിപ്പോൾ തെരഞ്ഞെടുപ്പിന് മുന്നിൽ ഇന്ത്യയിൽ സാധാരണ മുന്നണികൾ അങ്ങനെ രൂപപ്പെട്ട് വരാറില്ല. കാരണം ദേശീയ പാർട്ടികളോടൊപ്പം തന്നെ വളരെ ശക്തമായിട്ടുള്ള പ്രാദേശിക കക്ഷികളാണ് നമ്മുടെ രാഷ്ട്രീയം ഇന്ന് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ തന്നെ തീരുമാനിച്ചിട്ടുള്ളത് ദേശീയ അടിസ്ഥാനത്തിലൊരു മുന്നണിയെക്കുറിച്ചല്ല, സംസ്ഥാന അടിസ്ഥാനത്തിൽ വളരെ അയവേറിയ ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രം രൂപീകരിച്ച് പോകണം എന്നാണ് CPIയും CPMും ഒക്കെ തന്നെ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ മോഡിയെ പുറത്താക്കുക എന്ന കാര്യത്തിൽ എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാം. മോദിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ കഴിയുമെന്ന് ഒരു ജനാധിപത്യ മതേതര ബദലിന്റെ സർക്കാർ മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ അധികാരത്തിൽ വരും എന്ന് താങ്കൾ ഇപ്പോൾ ഉറപ്പിക്കുന്നുണ്ടോ? നരേന്ദ്രമോദിയുടെ സർക്കാർ, ആ മുന്നണി ഈ 2014 ശേഷം നടന്ന ഏതെങ്കിലും ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടുണ്ടോ? എല്ലാത്തിലും പരാജയപ്പെടുക ചെയ്തത്. 3 ലക്ഷം വോട്ടിനൊക്കെ ജയിച്ച സ്ഥലത്ത് അതിനടുത്ത വോട്ടിന് പരാജയപ്പെട്ട അനുഭവമാണ് ഉള്ളത്. തെരഞ്ഞെടുപ്പ് വേളയിലും പ്രശ്നങ്ങളുടെ പ്രശ്നം എന്ത് എന്നൊരു ചോദ്യം ഉയരാറുണ്ട്. ഇന്ത്യ ആര് ഭരിക്കണം എന്നാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ കണ്ടെടുക്കാൻ പോകുന്നത്. എന്താണ് തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ട കേന്ദ്ര പ്രശ്നം? എന്താണ്? നമ്മുടെ ഭരണഘടനയും ജനാധിപത്യ സംവിധാനവും പുലരണമോ എന്ന് ഉള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഈ തെരഞ്ഞെടുപ്പിൽ ഉയരുന്നുണ്ട്. നരേന്ദ്രമോദിയാണ് ഇന്ത്യയിൽ അധികാരത്തിൽ വരുന്നതെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യയിലെ 17ാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അവസാനത്തെ തെരഞ്ഞെടുപ്പാകാം. അപ്പം ജനങ്ങൾ അതിനെ അങ്ങനെ നോക്കി കാണുന്നുണ്ട്. ജനാധിപത്യം സംരക്ഷിക്കണം, ഭരണഘടനയും ഭരണഘടനാ സ്ഥാപനങ്ങളും സംരക്ഷിക്കണം, അതേപോലെ തന്നെ മതനിരപേക്ഷത എന്ന ആശയം ഉയർത്തിപ്പിടിക്കണം. ഇതിനെല്ലാം എതിരാണ് നരേന്ദ്രമോദി സർക്കാർ. അതുകൊണ്ടാണ് ഈ സർക്കാരിനെ പുറത്താക്കണം എന്ന് പറയുന്നത്. അത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കേന്ദ്രബിന്ദുവായി വരും. 2014 അഴിമതിയായിരുന്നു പ്രധാനപ്പെട്ട പ്രശ്നം. അഴിമതിക്കെതിരായി പോരാടിയത് ഇന്ത്യയിലെ ജനങ്ങളാണ്. പക്ഷേ ആ പോരാട്ടത്തിൻ്റെ ഫലം കിട്ടിയത് നരേന്ദ്രമോദിക്കാണ്. അതേ നിലയിലാണ് ഇന്ന് അദ്ദേഹവും അവശേഷിക്കുന്നത്. അപ്പോൾ അഴിമതി കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും ഏതാണ്ട് അതിനോട് ഒരേ സമീപനമാണ് എന്ന് തെളിയിക്കത്തക്ക ഒരു സാഹചര്യം 5 വർഷക്കാലം കൊണ്ട്. കുറെ കാലങ്ങളായിട്ട് രാഷ്ട്രീയ നിരീക്ഷകരായാലും മാധ്യമങ്ങളും ഒക്കെ പറയുന്ന ഒരു കാര്യം, ഇടതുപക്ഷത്തിന് ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ശബ്ദം ഉയർത്താൻ കഴിയുന്നില്ല, വേണ്ട രീതിയിൽ ഇടപെടാൻ കഴിയുന്നില്ല എന്നൊക്കെയാണ്. ദേശീയ തലത്തിൽ ഒരിക്കൽ കൂടി ഇടതുപക്ഷം പ്രസക്തമാകുന്ന, നിർണായക തീരുമാനങ്ങൾ എടുക്കുന്ന, ഇടപെടുന്ന രാഷ്ട്രീയ ചേരിയായി മാറും ഈ തെരഞ്ഞെടുപ്പിന്റെ അന്ത്യത്തിൽ എന്ന് വിശ്വാസം. രാഷ്ട്രീയത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ പാർലമെന്റിലെ അംഗബലത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല,
ഉയർത്തുന്ന ആശയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇടതുപക്ഷം ശ്രദ്ധേയമായിട്ടുള്ളത്. അതിലേറ്റവും കൂടിയ പ്രാതിനിധ്യം നമുക്ക് ലഭിച്ചത് 2004 അത് ഫലപ്രദമായി ആ ഗവൺമെൻറ്റിൽ ഇടപെടാനും ജനപക്ഷ നിലപാടുകൾ ആ സർക്കാരിനെ കൊണ്ട് സ്വീകരിപ്പിക്കാനും കഴിഞ്ഞു. പിന്നെ ഇടതുപക്ഷത്തെ പാർശ്വവൽക്കരിക്കപ്പെടുന്നത് ഈ ആഗോളീകരണ നയങ്ങൾ വന്നതിന് ശേഷമാണ്. ഒരു ഭാഗത്ത് വർഗ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഇടതുപക്ഷവും മറുഭാഗത്ത് മൂലധന താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ഭരണകൂടവുമായിട്ടാണ് ഏറ്റുമുട്ടുന്നത്. അപ്പോൾ കോർപ്പറേറ്റ് താല്പര്യം സംരക്ഷിക്കുന്ന ഗവൺമെൻറ്റുകൾ എപ്പോഴും ഇടതുപക്ഷത്തെ ദുർബലമാക്കാനേ ശ്രമിക്കുകയുള്ളൂ. ഇടതുപക്ഷത്തിന്റെ ശബ്ദം ദുർബലമായി പോയത് ഇങ്ങനൊരു രാഷ്ട്രീയ സാഹചര്യം, അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. പിന്നെ ഇടതുപക്ഷത്തിൻ്റെ ശബ്ദം ദുർബലമാകുന്നത് എങ്ങനെ? ജനങ്ങളുടെ ശബ്ദം പ്രകടിപ്പിക്കുന്ന മീഡിയ ഇന്ന് ഇന്ത്യയിൽ കൺട്രോൾ ചെയ്യുന്നത് ഇന്ത്യൻ കോർപ്പറേറ്റ് ഹൗസസാണ്. മൂലധന താല്പര്യം സംരക്ഷിക്കുന്ന വാർത്താമാധ്യമങ്ങൾ, അത് പത്രങ്ങളാകട്ടെ ചാനലുകളാകട്ടെ, അവരും ഇടതുപക്ഷത്തിന് എതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നത് നമുക്ക് കാണാം. ഈ അഭിമുഖം അവസാനിപ്പിക്കുന്നതിന് തൊട്ടു മുമ്പ് കേരളത്തിലെ ജനങ്ങളോട് സമ്മതിദായകരോട് ഞങ്ങളുടെ ക്യാമറയിൽ കൂടി താങ്കൾക്ക് കൊടുക്കാനുള്ള ഒരു സന്ദേശം എന്താണ്? കേരളത്തിലെ ജനങ്ങൾക്കും സർക്കാരിനും എതിരായി നിരന്തരമായ നിലപാടുകളാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വാഗ്ദാനം നൽകിയ ഒരു കേന്ദ്ര നിക്ഷേപവും ഇവിടെയില്ല. രണ്ട്, നമ്മൾക്ക് കൈവശം ഉണ്ടായിരുന്ന പൊതുമേഖലകൾ എല്ലാം വിറ്റഴിക്കാനുള്ള നടപടി സ്വീകരിക്കുകയാണ്. അത് കേന്ദ്ര ഗവൺമെൻറ് എന്തിനാണ് ഇങ്ങനെ കേരളത്തോട് ഇത്തരമൊരു അനീതി കാണിക്കുന്നത് എന്ന ചോദ്യം ഉത്തരം വളരെ ലളിതമാണ്. അവരുടെ രാഷ്ട്രീയത്തോടും അവരുയർത്തുന്ന ഹിന്ദുത്വ ആശയങ്ങളോടും നമ്മൾ യോജിക്കുന്നില്ല എന്നത് തന്നെയാണ് അതിന് കാരണം. ഇപ്പോൾ ഉദാഹരണത്തിന് പ്രളയമുണ്ടായി, 31,000 കോടി രൂപയുടെ നഷ്ടമുണ്ടായി. എന്താണ് കേന്ദ്ര സഹായത്തിൻ്റെ അളവ്? നമ്മൾ ആവശ്യപ്പെട്ട ഒരു സ്പെഷ്യൽ പാക്കേജ് വേണം, സാധ്യമല്ല എന്ന് പറഞ്ഞു. നമ്മൾ ആവശ്യപ്പെട്ടു ഈ വായ്പാ പരിധി ഉയർത്തിത്തരണം, 1,800 കോടി രൂപ വെട്ടിക്കുറച്ചു. ഈ കേരളത്തിൻ്റെ ഒരു ആവശ്യവും കേന്ദ്ര ഗവൺമെൻറ് പരിഗണിക്കുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. സംസ്ഥാന ഗവൺമെൻറ് ഈ ആ പ്രതിബന്ധങ്ങളെല്ലാം തരണം ചെയ്തുകൊണ്ട് ഒരു നവകേരള നിർമ്മിതിക്ക് വേണ്ടി പോകുമ്പോൾ അതിന് തടസ്സം സൃഷ്ടിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നരേന്ദ്രമോദിയുടെ നയങ്ങൾക്ക് എതിരായി പ്രതികരിക്കാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറാകണം. ഈ പ്രളയകാലത്ത് നാം കാണിച്ച ഐക്യം നരേന്ദ്രമോദിയെതിരായി പ്രതികരിക്കുന്നതിനും ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. വളരെയധികം നന്ദി സഖാവേ.